ഗുഡ് മോർണിംഗ് കുട്ടികളെ. നമുക്ക് അഡാപ്റ്റേഷൻസ് ഓഫ് സീറോഫൈറ്റ്സ് അതിലേക്ക് നോക്കാം. അപ്പം ആദ്യം മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻസ്. ഇപ്പോൾ നമ്മൾ ഹൈഡ്രോഫൈറ്റ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അതിലേപോലെ തന്നെ സീറോഫൈറ്റ്സിനും they have three major types of adaptations: morphological adaptations, anatomical adaptations and physiological adaptations. അപ്പോൾ അതിൽ first we'll be discussing about the morphological adaptations. In this figure you can see an example of a xerophyte. This is a xerophyte, this is another xerophyte, and here you can see എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് കാണാം. കുറേ എക്സാമ്പിൾസാണ് ഇവിടെ സീറോഫൈറ്റ്സിൻ്റെ ഫിഗേഴ്സ് തന്നിരിക്കുന്നത്. അതിൻ്റെ ലീവ്സ് ആണെങ്കിലും അതിൻ്റെ ഫ്ലവർ ആണെങ്കിലും അതിൻ്റെ സ്റ്റെമ്മും അതിൻ്റെ നേച്ചറും ഒക്കെ നിങ്ങൾക്ക് ആ മോർഫോളജി ഇവിടെ കാണാം. അപ്പോൾ മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻസിനകത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന സ്ഥലം, the area in which they inhabit, it is deprived of water. അപ്പം വാട്ടർ എവിടെയെങ്കിലും ഒരു തുള്ളി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാക്സിമം വലിച്ചെടുക്കുക, സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കൂ, ഇവരുടെ റൂട്ട് സിസ്റ്റം ഈസ് വെൽ ഡെവലപ്ഡ്. അപ്പം എക്സ്റ്റെൻസീവ്ലി സ്പ്രെഡിങ് ആയിട്ടുള്ള ഒരു റൂട്ട് സിസ്റ്റം ആയിരിക്കും സീറോഫൈറ്റ്സിനുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? to obtain water from wherever they can എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം ഹൈലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു റൂട്ട് സിസ്റ്റം ഉണ്ടായിരിക്കും ഫോർ ഇഫക്റ്റീവ് അബ്സോർപ്ഷൻ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ ഈ റൂട്ട്സിൽ ഇത്രയും പെനട്രേറ്റ് ചെയ്ത് ഒരുപാട് ദൂരം വളർന്നു പോകുന്നതല്ലേ, അപ്പോൾ ഒരുപാട് പെനട്രേറ്റ് ചെയ്യണം ത്രൂ ദ സോയിൽ. So they must be having a well developed root caps. റൂട്ട് ക്യാപ്സ് എന്തിനാണ്? റൂട്ട് ടിപ്സിനെ ഡാമേജ് ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ റൂട്ട് ക്യാപ്സ് വെൽ ഡെവലപ്ഡ് ആയിരിക്കണം. പിന്നെ ചില കേസിൽ അഡ്വൻറ്റീഷ്യസ് ബഡ് ഫോർമേഷനും ഉണ്ടാകാറുണ്ട്. ഈ ബഡ് അഡ്വൻറ്റീഷ്യസ് ബഡ്സിൽ നിന്ന് സെക്കൻഡറി റൂട്ട്സ് ഉണ്ടാവും. ഇൻ കേസ് എന്തെങ്കിലും പ്രൈമറി റൂട്ട്സിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ അബ്സോർപ്ഷൻ ഇല്ലാതാവരുതല്ലോ. സോ ഈ ബഡ്സിൽ നിന്ന്, അഡ്വൻറ്റീഷ്യസ് ബഡ്സിൽ നിന്ന് ദേ ഗിവ് റൈസ് ടു സെക്കൻഡറി റൂട്ട്സ്. അപ്പോൾ അങ്ങനെ അബ്സോർപ്ഷൻ പ്രോസസ്സിൽ തടസ്സമൊന്നും കൂടാതെ നടക്കും. അടുത്ത സ്റ്റെം മോഡിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. മോസ്റ്റ്ലി സ്റ്റണ്ടഡ് ഷൂട്ടായിരിക്കും ഇവർക്കുള്ളത്. അത് ഒരുപാട് പൊക്കത്തിൽ വളരാത്ത, സൈസ് കുറഞ്ഞ മിനിയേച്ചർ ഫോമിലായിട്ടുള്ള ഒരു സ്റ്റണ്ടഡ് ഗ്രോത്ത് കാണിക്കുന്ന കൂട്ടരായിരിക്കും ഇവർ. പിന്നെ ഇവരുടെ സ്റ്റെം എന്ന് പറയുന്നത് കുറേ കൂടെ ഹാർഡായിരിക്കും, അല്ലെങ്കിൽ തിക്ക് ബാർക്കുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡെപ്പോസിഷൻസ് ഉള്ളതോ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹാർഡാക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തിക്ക് ബാർക്കൊക്കെ ആക്കുന്നത് എന്ന് ചോദിച്ചാൽ ട്രാൻസ്പിറേഷൻ വഴിയുള്ള വാട്ടർ ലോസിനെ തടയുക, അതാണ് അതിൻ്റെ പിന്നിലെ ഉദ്ദേശം. പിന്നെ അതല്ലെങ്കിൽ സക്കല്ലൻ്റ് സ്റ്റെംസ് ഉള്ളവരുമുണ്ട്. സക്കല്ലൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നു, അത് പഠിച്ചിരുന്നു. ഇപ്പോൾ ഫ്ലഷി ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള വാട്ടർ സ്റ്റോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സക്കല്ലൻ്റ് സ്റ്റെംസ് ഉള്ളവരും ഉണ്ട്. അതും ഒരു അഡാപ്റ്റേഷനാണ്. പിന്നെ ഈ സ്റ്റെം ഒക്കെ ഗ്രീൻ കളേർഡ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും സ്റ്റെം. ലീവ്സ് പല സ്പീഷീസിലും ലീവ്സ് ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ ദ സ്റ്റെം ഇൻ ദാറ്റ് കേസസ്. അതും ഒരു മോഡിഫിക്കേഷൻ. ലീവ്സിന് പകരം സ്പൈൻസ് നിങ്ങൾക്കിവിടെ കാണാം, അതൊരു മോഡിഫിക്കേഷൻ. റൂട്ട് സിസ്റ്റം വൈഡ് സ്പ്രെഡ് ആയിരിക്കും. സ്റ്റെം സക്കല്ലൻ്റ് ആണ്, സോ ദാറ്റ് ദി ക്യാൻ സ്റ്റോർ വാട്ടർ. സർഫസ് ഏരിയ കുറവായിരിക്കും. സർഫസ് ഏരിയ കുറയുന്നത് കൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഏരിയ കുറയും, അതുകൊണ്ട് തന്നെ ട്രാൻസ്പിറേഷനും കുറയുന്നു.
അടുത്ത ലീഫ് മോഡിഫിക്കേഷൻസ്. ലീഫ് മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പല സ്പീഷീസിലും ലീവ്സ് ആബ്സെൻ്റ് ആയിരിക്കും. ട്രാൻസ്പിറേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീവ്സ് ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഫോട്ടോസിന്തസിസ് ഈസ് പെർഫോംഡ് ബൈ ദ സ്റ്റെം. ഇനി ലീവ്സ് ആബ്സെൻ്റ് ആയതുകൊണ്ട് ചെറിയ സ്കെയിൽ ലൈക്ക് അല്ലെങ്കിൽ സ്പൈൻസൊക്കെ പ്രസൻ്റ് ആയിരിക്കും. അപ്പം അതാണ് മറ്റൊരു അഡാപ്റ്റേഷൻ. ഇനി ലീവ്സ് ഉണ്ടെങ്കിൽ തന്നെ ആ ഉള്ള സ്പീഷീസിനകത്തിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് ഫ്ലാറ്റായിട്ടുള്ള ലീവ്സ് ആയിരിക്കത്തില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ലീഫ് ലാമിന കുറച്ചുകൊണ്ട് ലോങ് നീഡിൽ ലൈക്ക് ലീവ്സ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ചില കേസിൽ ഈ ലീഫ് പീറ്റിയോൾ മോഡിഫൈ ചെയ്ത് ഫില്ലോഡായിട്ട് മാറും. അങ്ങനെയും ട്രാൻസ്പിറേഷൻ കുറയ്ക്കും. അതിന് എക്സാമ്പിളാണ് അക്കേഷ്യ. അക്കേഷ്യയിൽ നമ്മൾ കാണുന്ന ലീഫ് ലൈക്ക് സ്ട്രക്ചർ, ഇറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് പീറ്റിയോൾ. പീറ്റിയോൾ മോഡിഫൈ ചെയ്ത് ഫില്ലോഡാകുന്നതാണ്. പിന്നെ ലീവ്സ് ഉണ്ടെങ്കിൽ തന്നെ ആ ലീവ്സിൻ്റെ പുറത്തൊക്കെ നിറയെ ഹെയർസ് ഉണ്ടാകും. അപ്പോൾ ആ ഹെയർസ് ഉള്ളത് കാരണം ട്രാൻസ്പിറേഷൻ കുറയ്ക്കും. അതും ഒരു മോഡിഫിക്കേഷനാണ്. പിന്നെ അതും അല്ലെങ്കിൽ ഗ്ലേസി ആയിരിക്കും, നല്ല ഗ്ലോയി ആയിട്ടുള്ള അല്ലെങ്കിൽ ഷൈനിങ് ആയിട്ടുള്ള ലീഫ് സർഫസ് ആയിരിക്കും. അതുകൊണ്ട് സൺലൈറ്റ് വന്ന് വീണാലും ഇറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്. പിന്നെ ചില സ്പീഷീസിൽ ലീഫ് ഇങ്ങനെ റോൾ ചെയ്യും, ചുരുണ്ട് റോൾ ചെയ്തിരിക്കും. അപ്പം അങ്ങനെയും ഒരു മോഡിഫിക്കേഷൻ കാണാറുണ്ട്. പിന്നെ ലീവ്സ് ചില സ്പീഷീസിൽ അവരവരുടെ പ്ലാന്റിൻ്റെ ലീവ്സ് നേരത്തെ തന്നെ അങ്ങ് ഷെഡ് ചെയ്യും. അപ്പോൾ ലീവ്സ് ഇല്ലെങ്കിൽ നോ ട്രാൻസ്പിറേഷൻ. അപ്പം അങ്ങനെയും ഒരു മോഡിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡിഫിക്കേഷൻസ് ആണ് ഇൻ കേസ് ഓഫ് ലീഫ് മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഓവറോൾ ഇത് കാണിച്ചിട്ടുണ്ട്. സക്കലൻ്റ് ആയിട്ടുള്ള ലീവ്സ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോഡിയം അയോൺസ് കൂടുന്നു. അപ്പോൾ ഈ ലീവ്സിലുള്ള ഡിസ്ട്രിബ്യൂഷനാണ് സോഡിയം അയോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അതിനനുസരിച്ച് ലോവർ ലീഫ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ, എൻലാർജ് ലീഫ് സെൽസ് ടു സ്റ്റോർ മോർ വാട്ടർ ആൻഡ് stomatocclusium in order to prevent transpiration. ഇനി അനാറ്റമിക്കൽ അഡാപ്റ്റേഷൻസിൽ ആദ്യം റൂട്ടിൻ്റെ അനാറ്റമിക്കൽ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൂട്ട് ഹെയേഴ്സ് വെൽ ഡെവലപ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റൂട്ട് ഹെയേഴ്സ് ആൻഡ് റൂട്ട് ക്യാപ്സും പ്രസൻ്റ് ആയിരിക്കും. ഒരു നല്ല തിക്കായിട്ടുള്ളൊരു ലെയർ, ഒരു കോർക്ക് ലെയർ പ്രസൻ്റ് ആയിരിക്കും. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തിക്ക് കോർക്ക് ലെയർ പ്രസൻ്റ് ആയിരിക്കും. പിന്നെ സ്റ്റോറേജ് ടിഷ്യൂസ് ഉണ്ടായിരിക്കും. വാട്ടറൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സ്റ്റോറേജ് ടിഷ്യൂസ് ഉണ്ടായിരിക്കും. റൂട്ടിൽ തന്നെ വാസ്കുലാർ സിസ്റ്റം വെൽ ഡെവലപ്ഡ് ആൻഡ് ഹൈലി ഓർഗനൈസ്ഡ് ആയിരിക്കും, ബിക്കോസ് ദേ ഹാവ് ടു പെർഫോം മോർ അബ്സോർപ്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെൽ ഡെവലപ്ഡ് ആൻഡ് വെൽ ഡിഫറൻഷ്യേറ്റഡ് ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു വാസ്കുലാർ സിസ്റ്റവും പ്രസൻ്റ് ആയിരിക്കും. പിന്നെ സെൽസൊക്കെ തന്നെയും നല്ല ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. ഇടയ്ക്കൊന്നും സ്പേസ് വെറുതെ വേസ്റ്റ് ആക്കാതെ നല്ല ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും കാണാൻ പറ്റുക. മെക്കാനിക്കൽ ടിഷ്യൂസ് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. നല്ല തിക്ക് വാളുള്ള മെക്കാനിക്കൽ ടിഷ്യൂസ് പ്രസൻ്റ് ആയിരിക്കും. സ്റ്റെമ്മിൻ്റെ അനാറ്റമിക്കൽ മോഡിഫിക്കേഷൻസിനകത്ത് പറയാൻ പറ്റുന്നത് നല്ല തിക്ക് ബാർക്ക് ഉണ്ടായിരിക്കും. ബാർക്ക് സിസ്റ്റം നല്ല തിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ചൂടകത്തേക്ക് കടക്കാതെ ട്രാൻസ്പിറേഷൻ വഴിയുള്ള വാട്ടർ ലോസ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ക്യൂട്ടിക്കൽ നല്ല തിക്ക് ക്യൂട്ടിക്കൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വാക്സി കോട്ടിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെപ്പോസിഷൻസ്, ക്രിസ്റ്റൽ ഡെപ്പോസിഷൻസ് ലൈക്ക് സിലിക്ക ഡെപ്പോസിഷൻസ് പോലെ ഉള്ള ഡെപ്പോസിഷൻസ് ഉണ്ടായിരിക്കും. എപ്പിഡെർമിസ് വെൽ ഡെവലപ്ഡ് ആയിരിക്കും, കോമ്പാക്ട്ലി പാക്ഡ് ആയിരിക്കും. എപ്പിഡെർമൽ സെൽസ് ഹൈലി തിക്കൻഡ് സെൽ വാളും ഉണ്ടായിരിക്കും. ഇനി ചില കേസുകളിൽ നേരത്തെ പറഞ്ഞ പോലെ എപ്പിഡെർമൽ ഹെയേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. ഇനി മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള സ്ക്ലീറൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ഉണ്ടായിരിക്കും. സ്റ്റൊമേറ്റ സങ്കൻ സ്റ്റൊമേറ്റ ആയിരിക്കും.
ട്രാൻസ്പിറേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സങ്കൺ സ്റ്റൊമേറ്റ ആയിരിക്കും. എണ്ണവും വളരെ കുറവായിരിക്കും. സ്റ്റൊമേറ്റയുടെ എണ്ണം കുറവായിരിക്കും, മാത്രമല്ല ദേ വിൽ ബി സങ്കൺ ഓൾസോ. പിന്നെ വാസ്കുലർ സിസ്റ്റം വെൽ ഡിഫറൻഷ്യേറ്റഡ് ആൻഡ് വെൽ ഡെവലപ്ഡ് ആൻഡ് ഹൈലി ഓർഗനൈസ്ഡ് ആയിരിക്കും. മെക്കാനിക്കൽ ടിഷ്യൂസും പ്രസൻ്റ് ആയിരിക്കും ഇൻ സ്റ്റെം. അടുത്ത ലീഫിൻ്റെ കാര്യം. ലീഫിനകത്തിൽ തിക്ക് വാൾഡ് ആൻഡ് മൾട്ടിസിറിയേറ്റ്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു തിക്ക് ക്യൂട്ടിക്കിളുണ്ട്. മാത്രമല്ല മിക്ക സ്പീഷീസിലും മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള എപ്പിഡേർമിസ് ആയിരിക്കും. പിന്നെ ഈ എപ്പിഡേർമൽ സെൽസ് വാട്ടർ സ്റ്റോറിങ് കപ്പാസിറ്റി ഉള്ളവരുമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റൊമേറ്റ, ഇവിടെയുള്ള സ്റ്റൊമേറ്റ വിൽ ബി ലെസ് ഇൻ നമ്പർ ആൻഡ് ഓൾസോ ദേ വിൽ ബി ഫൗണ്ട് ഇൻ എ പിറ്റ്. ഇതാണ് ഒരു സ്റ്റൊമേറ്റൽ പിറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു പിറ്റ് ലൈക്ക് റീജിയൻ, ഒരു സങ്കൺ സ്റ്റൊമേറ്റ എന്നല്ല, അപ്പോൾ ഒരു പിറ്റിനകത്തിലായിരിക്കും സ്റ്റൊമേറ്റ കാണപ്പെടുക. അതും ഒരു അഡാപ്റ്റേഷൻ. അപ്പം ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കത്തില്ല, അത് കാരണം തന്നെ ട്രാൻസ്പിറേഷൻ കുറയുന്നു. പിന്നെ മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ഒരു ഹൈപ്പോഡേർമിസ് ഉണ്ടാകും. ഹൈപ്പോഡേർമിസ് സ്ക്ലീറൻകൈമാറ്റസ് ആയിരിക്കും ആൻഡ് മൾട്ടി ലെയേർഡ് ആയിരിക്കും. കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ള മീസോഫിൽ സെൽസും കാണാം. മീസോഫിൽ സെൽസ് നല്ല ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർസെല്ലുലാർ സ്പേസസൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്പേസും ഒക്കെ കുറയുന്നത് കാരണം ട്രാൻസ്പിറേഷനും കുറയുന്നു. മെക്കാനിക്കൽ ടിഷ്യൂസ് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. ഇത്രയൊക്കെയാണ് നമുക്ക് അനാറ്റമിക്കൽ അഡാപ്റ്റേഷൻസ് പറയാൻ പറ്റുക. അടുത്തതായിട്ട് പറയുന്നത് ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ്. ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസിനകത്തിൽ ഇത് എന്തൊക്കെ ഫിസിയോളജിക്കൽ മാറ്റങ്ങളാണ് ഇവർ വരുത്തുന്നത്, അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? ഇവരുടെ ക്യൂട്ടിക്കിൾ നല്ല തിക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ക്യൂട്ടിക്കിൾ നല്ലതായിട്ട് റെസിസ്റ്റ് ചെയ്യും. എന്തിന്? ട്രാൻസ്പിറേഷനെ റെസിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റൊമേറ്റൽ റെസിസ്റ്റൻസും കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റൊമേറ്റ ആൻഡ് ക്യൂട്ടിക്കുലർ റെസിസ്റ്റൻസ് ഇവർക്കുണ്ടായിരിക്കും ടു പ്രിവെൻറ്റ് വാട്ടർ ലോസ്. പിന്നെ മറ്റൊരു ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ് പറഞ്ഞാൽ പോളിസാക്രൈഡ്സും അമിനോ ആസിഡ്സും സെൽസിൽ കൂടുതലായിരിക്കും. എല്ലാ സെൽസിലും ഇവരുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പോളിസാക്രൈഡ്സ് എന്താ ചെയ്യുക? ഇവർ നൈട്രോജീനസ് കോമ്പൗണ്ട്സുമായിട്ട് കമ്പൈൻ ചെയ്യും. നൈട്രോജീനസ് കോമ്പൗണ്ട്സും വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ ഉള്ള വാട്ടർ ഇതിനകത്തിൽ ഈ കോമ്പൗണ്ടിൽ അങ്ങ് ലോക്ക്ഡായി പോകുന്നു. ഓക്കെ, അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷനാണ്. എന്താ ചെയ്യുക? എല്ലാ സെൽസിലും പോളിസാക്രൈഡ്സിൻ്റെയും അമിനോ ആസിഡ്സിൻ്റെയും കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പം ഒബ്വിയസ്ലി നമുക്കറിയാം, ഉപ്പ് കൂടുതലാണെങ്കിൽ വെള്ളം കൂടുതൽ കുടിക്കും എന്ന് പറയത്തില്ലേ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്ന പോലെ എന്താണ് അതിൻ്റെ ഉദ്ദേശം? സോൾട്ട് കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ബി അബ്സോർബിങ് മോർ വാട്ടർ ആ സെൽസ്. അപ്പം പോളിസാക്രൈഡ്സും അമിനോ ആസിഡ്സും കൂടുതലാണ്. മാത്രമല്ല ഈ പോളിസാക്രൈഡ്സ് എന്താ ചെയ്യുക? അതേ കമ്പൈൻ വിത്ത് ദീസ് നൈട്രോജീനസ് കോമ്പൗണ്ട്സ് ആൻഡ് വാട്ടർ. ഇവരെല്ലാം കൂടെ കമ്പൈൻ ചെയ്യും. വാട്ടറും നൈട്രോജീനസ് കോമ്പൗണ്ട്സ് ആൻഡ് പോളിസാക്രൈഡ്സ് ദേ കമ്പൈൻ ആൻഡ് അതുവഴി ഈ വാട്ടറിനെ ഈ കോമ്പൗണ്ടിനകത്ത് ലോക്ക് ചെയ്ത് വെക്കുന്നു. അതാണ് മറ്റൊരു അഡാപ്റ്റേഷൻ. ഇനി ഇവർക്ക് സ്കോട്ടോ ആക്റ്റീവ് സ്റ്റൊമേറ്റാസ് ആണ് ഉള്ളത്. സ്കോട്ടോ ആക്റ്റീവ് സ്റ്റൊമേറ്റ എന്ന് വെച്ചാൽ എന്താണ്? രാത്രിയിൽ മാത്രം ഓപ്പൺ ചെയ്യുന്ന സ്റ്റൊമേറ്റ. അപ്പോൾ ഈ സ്റ്റൊമേറ്റ ഇറ്റ് ഓപ്പൺസ് ഇൻ ദ നൈറ്റ്. ഡേ ടൈം ആകുമ്പം ക്ലോസ് ആകുകയും ചെയ്യും. അപ്പം ഡേ ടൈമിലാണല്ലോ സൺലൈറ്റ് ഉള്ളത്. സൺലൈറ്റ് ഉള്ളപ്പോഴാണല്ലോ ട്രാൻസ്പിറേഷൻ നടക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇവർ സ്റ്റൊമേറ്റ അന്നേരം അങ്ങ് അടച്ചു വെക്കും, രാത്രി തുറന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ച് എന്തായാലും നടക്കണമെങ്കിൽ സ്റ്റൊമേറ്റ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്തേ പറ്റൂ. ബട്ട് ഇറ്റ് ഓപ്പൺസ് ഇറ്റ് സ്റ്റൊമേറ്റ ഓൺലി ഡ്യൂറിങ് ദ നൈറ്റ്. അപ്പോൾ അതുവഴി ട്രാൻസ്പിറേഷൻ റെഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ദെയർ ബൈ ഇറ്റ് റെഡ്യൂസസ് വാട്ടർ ലോസ്. അപ്പം അതാണ് മറ്റൊരു അഡാപ്റ്റേഷൻ. പിന്നെ ഇവരുടെ പ്രോട്ടോപ്ലാസത്തിനും ഭയങ്കര എന്താ പറയുക, സഹനശക്തി ഉണ്ടെന്ന് പറയാം. എൻഡ്യൂറിങ് കപ്പാസിറ്റി കൂടുതലാണ്. എത്ര വാട്ടർ നഷ്ടപ്പെട്ടാലും ആ പ്രോട്ടോപ്ലാസം ഇറ്റ് റിമെയിൻസ് ഇൻ ഇറ്റ്സ് ആക്റ്റീവ് ഫോം. അപ്പോൾ അങ്ങനെ ഒരു കപ്പാസിറ്റി, ഒരു എൻഡ്യൂറൻസ് ഇവർക്ക് ഉണ്ട്.
പിന്നെ മാത്രമല്ല ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഈ പ്രോട്ടോപ്ലാസത്തിന് വളരെ കൂടുതലായിരിക്കും. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ വാട്ടർ കൂടുതൽ അബ്സോർബ് ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പം എൻഡ്യൂറൻസ് കൂടുതലാണ്, ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതലാണ്, ഹീറ്റിനോടും വാട്ടർ ലോസിനോടുമുള്ള റെസിസ്റ്റൻസും കൂടുതലാണ്. എത്ര വാട്ടർ നഷ്ടപ്പെട്ടാലും അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ഈ വാട്ടർ കുറഞ്ഞു വരുമ്പം ഫ്രീ റാഡിക്കൽസ് കൂടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോട്ടോപ്ലാസത്തിൽ ഇവരുടെ സെൽസിലൊക്കെയും കാറ്റലേസും പെറോക്സിഡേസും എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ മറ്റൊരു ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അവരുടെ ലൈഫ് സൈക്കിൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മെച്യൂറാകും. പെട്ടെന്ന് മെച്യൂറായാൽ പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്താൽ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദേ ആർ സേഫ്. എക്സ്റ്റിങ്ക്റ്റ് എല്ലാ ഓർഗാനിസത്തിൻ്റെയും മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാതെ സർവൈവ് ചെയ്യുക, അവരുടെ ഓഫ് സ്പ്രിങ്സിനെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇനി എന്ത് ഡ്രൈ കണ്ടീഷൻ വന്നാലും അതിനു മുമ്പ് ഇവർ മെച്യൂറായി റീപ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ ഇവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആകും. അപ്പം ഏർലി മെച്യൂറിങ് ആയിട്ടുള്ള അതിനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നവരുമാണ്. അതും ഒരു ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷനാണ്. അപ്പം ഇത്രയുമാണ് സീറോഫൈറ്റ്സിനെ കുറിച്ച് നമുക്ക് അതിൻ്റെ അഡാപ്റ്റേഷൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാത്തിനും മോർഫോളജിക്കൽ, അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഇത് എല്ലാം പഠിക്കണം. ഓക്കെ. പഠിക്കുമ്പോൾ മനസ്സിലാവും മിക്കവാറും എല്ലാം കോമൺ ആയിരിക്കും. സീറോഫൈറ്റ്സ് എന്താണെന്നോ ഹൈഡ്രോഫൈറ്റ്സ് എന്താണെന്നോ അറിയാമെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് നമ്മളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മൂന്നും പഠിക്കുക. എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. അത് മസ്റ്റായിട്ടും പഠിക്കേണ്ട